ഹായ് ഓൾ, ഞാൻ രേണു എ. ഇന്ന് ഗോഡ് സ്പീഡിൻ്റെ ഒരു ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി റിസീവ് ചെയ്ത ക്ലയൻറ്റിനെ ഞാൻ പരിചയപ്പെടുത്തുവാണ്. സോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും ഡീറ്റെയിൽസും ഞാനൊന്ന് പറയാം. എല്ലാ ക്ലയൻസും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓസ്ട്രേലിയയ്ക്ക് വീസ ഗ്രാൻഡ് ആവുന്നുണ്ടോ? സോ ലെറ്റ് മീ ഗോ ത്രൂ ഇറ്റ്. മൻസൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 190 സ്കിൽഡ് മൈഗ്രേഷൻ സത്തൻ ഓസ്ട്രേലിയയാണ് ഗ്രാൻഡ് ആയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജറാണ്. 2024 അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തത്. വീസ ഗ്രാൻഡ് ആയിരിക്കുന്നത് നവംബർ 2025 ആണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എങ്ങനെയാണ് അദ്ദേഹം ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തത്, എന്തൊക്കെയാണ് മൈഗ്രേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആസ് എ ക്ലയൻറ്റ് എങ്ങനെയുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ജേർണി? മാം പറഞ്ഞതുപോലെ എനിക്ക് സദേൺ ഓസ്ട്രേലിയയുടെ 190 വിസ ഗ്രാൻഡ് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 50-50 നിന്നിട്ടാണ് ഞാൻ ഈ പ്രോസസ്സിനെ സമീപിച്ചത്. ലക്ലി ഐ ഗോട്ട് എ ഗുഡ് ഏജൻസി. ഗോഡ് സ്പീഡിൽ നിന്ന് ഓരോ ജേർണി, അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് പറയുവാണെങ്കിൽ ലാംഗ്വേജ് എഴുതിയെടുക്കണം, നമ്മുടെ അസസിങ് ബോഡി അനുസരിച്ചിട്ടുള്ള പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം, അതെല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഫയൽ ചെയ്യണം. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഗോഡ് സ്പീഡിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ആസ് എ ക്ലയൻറ്റ് ഓർ ആസ് എ ആപ്ലിക്കൻറ്റ് ഞാൻ നോക്കിക്കുന്നത്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് ഇനീഷ്യലി എൻ്റെ പേപ്പേഴ്സും സാലറി സ്ലിപ്സ്, IT ഫയൽഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു. അതിലുള്ള അനോമലീസ് ഇവർ പറയുന്ന അനുസരിച്ചിട്ട് ഐ ട്രൈ ടു റെക്ടിഫൈ ദ ഇനീഷ്യൽ 24 hours. അത് റെക്ടിഫൈ ചെയ്യും. പ്രോംപ്റ്റ് ആയിട്ട് ഞാൻ ഇവരെ വിളിച്ച് പറയും. ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ദാറ്റ് ഐ ടുക്ക്. എനിക്കൊരു മാസത്തെ പ്രിപ്പറേഷൻ എടുത്തു. 1-1.5 മാസം കൊണ്ടാണ് ഞാനത് ചെയ്തു. എൻ്റെ റിസൾട്ട് കൊടുത്തു. ദെൻ അവർ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു. 2024 നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത്. സോ 2025 വീസ ഗ്രാൻഡ് ആയത്. എന്തായിരുന്നു ഇൻ ബിറ്റ്വീൻ ജേർണി എന്നൊന്ന് പറയാമോ? ഇതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്നോട് ഗോഡ് സ്പീഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നോർമൽ മറ്റ് ക്ലയൻസിനെക്കാളും സ്പീഡപ്പ് ആയിട്ടാണ് എനിക്ക് ഇൻവിറ്റേഷൻ വന്നത്. ഞാൻ ഭയങ്കര ത്രിൽഡായിരുന്നു. ത്രില്ലെന്ന് പറഞ്ഞാൽ ഓവർജോയ്ഡ് ആയിരുന്നു. കാരണം ഇൻവിറ്റേഷൻ വന്നു, ഇനിയിപ്പോൾ വിസ അതിപ്പോൾ പെട്ടെന്ന് വരും. കാരണം ബാക്കി പ്രോസസ്സിൻ്റെ സ്പീഡ് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നു. അവിടെ നിന്ന് പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷത്തെ വെയിറ്റ്, അല്ലെങ്കിൽ ഒരു 1.25 വർഷത്തെ വെയിറ്റിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അതിൽ പക്ഷേ ഗോഡ് സ്പീഡിന് വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. കാരണം അത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അവർ ടേക്കപ്പ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്കത് ഗ്രാൻഡായി കിട്ടത്തുള്ളൂ. അപ്പോൾ 1 or 2 in a month ഗോഡ് സ്പീഡിലൊന്ന് വിളിക്കും. പക്ഷേ ദേ വിൽ ഗീവ് എ പോസിറ്റീവ് എനർജി. പ്രോസസ്സ് ഇങ്ങനെയാണെന്ന് ആ പീരീഡ് കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. ഇമോഷണൽ ഓവർ റൈഡ് വരാതെ ആ ഒരു പീരീഡ് തരണം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനീഷ്യൽ പ്രോസസ്സിൻ്റെ ടൈമിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. നമുക്ക് ഇവർ ചോദിക്കുന്ന ഓരോ പേപ്പേഴ്സ് കൊടുക്കണം, എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. വറി ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ഇൻവിറ്റേഷൻ വന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടേതായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ആകെ ചെയ്യാനുള്ളത് മെഡിക്കലും പിന്നെ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമാണ്. എല്ലാവരോടും പറയാനുള്ളത് ജസ്റ്റ് വെയിറ്റ്, ജസ്റ്റ് ഗീവ് സം ടൈം. ഞാൻ എൻ്റെ കരിയറിൽ 44 ഇയേഴ്സിൽ വീസ ഗ്രാൻഡ് ആയിട്ടുള്ള ആളെ കണ്ടിട്ടുണ്ട്. താങ്കൾക്ക് 40 ആണോ? 40 ഏജിലാണ് നമുക്ക് 190 കിട്ടുന്നത്. മെനി ക്ലയൻസ് ആർ ദെയർ ആ ഒരു ഏജിലും 44 വരെ സമാധാനമായിട്ട് ഇരുന്നിട്ട് ഈ ഗ്രാൻഡ് വാങ്ങിച്ച് അവിടെ ചെന്ന് ഗവൺമെൻറ് ജോബിൽ ഇപ്പോൾ ഇരുന്ന് വളരെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും പറയുന്ന അതേ കാര്യമാണ്, നിങ്ങൾ പെട്ടെന്ന് പാനിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയാൽ നമുക്കിത് ഗ്രാൻഡ് കയ്യിൽ വരും. യെസ്. സോ ഇനി എന്താണ് ഫ്യൂച്ചർ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ വൈഫും മോളുമാണ്. വൈഫ് ആർക്കിടെക്റ്റാണ്. മകള് ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പോസിബിളി ആളുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ അവിടെ തുടങ്ങാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗോഡ് സ്പീഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഗ്രാൻഡ് കിട്ടിയതിന് ശേഷവും എന്താണ് നമ്മുടെ പ്ലാൻസ്, കാര്യങ്ങൾ എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് ത്രൂ നമുക്ക് ജോബ് സെർച്ചും ബാക്കി കാര്യങ്ങളിലെല്ലാം അവർ എൻഗേജ് ആക്കി നിർത്തുന്നുണ്ട്. ദാറ്റ്സ് എ വെരി പോസിറ്റീവ് സൈഡ് ഓഫ് ഗോഡ് സ്പീഡ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മളിനി ഒരു ജോബ് സെർച്ച്, നമ്മളിനി ചെയ്യാൻ പോകുന്ന റെസ്യൂമെ, കവർ ലെറ്റർ റൈറ്റിംഗ്, ജോബ് സെർച്ച്, ലോക്കൽ ജോബ്സ് ആൻഡ് ഗവൺമെൻറ് ജോബ് സെർച്ച് ആണ്. അതിൻ്റെ മീറ്റിംഗ് ആണ് നമ്മുടെ നെക്സ്റ്റ്. പിന്നെ ബാക്ക് പാക്കിംഗ് എല്ലാം തന്നു കഴിഞ്ഞു, അത് പാക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ പോസ്റ്റ് ലാൻഡിങ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഗവൺമെൻറ് ജോബിൽ എത്തണം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ലക്ഷ്യം. സോ താങ്ക് യു സോ മച്ച്. 16 years of excellence. Godspeed Migration and Study Abroad Experts.